എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം കുട്ടിമാഷ്. 5ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിൽ ആനുവൽ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള മോഡൽ ക്വസ്റ്റ്യൻസും അതിന്റെ ഉത്തരങ്ങളൊക്കെയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമുക്ക് ഒന്നാമത്തെ ആക്ടിവിറ്റിയിലേക്ക് പോയാലോ. റീഡ് ദ പോയം ഗിവൺ ബിലോ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. ഇവിടെ ഒരു പോയം കൊടുത്തിട്ടുണ്ട്. ആ പോയം നന്നായിട്ട് വായിച്ചിട്ട് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം. കൈൻഡ് ഹേർഡ്സ് ആർ ദ ഗാർഡൻസ്, കൈൻഡ് വേർഡ്സ് ആർ ദ റൂട്ട്സ്, കൈൻഡ് തോട്ട്സ് ആർ ദ ഫ്ലവേഴ്സ്, കൈൻഡ് ഡീഡ്സ് ആർ ദ ഫ്രൂട്ട്സ്. ടേക്ക് കെയർ ഓഫ് യുവർ ഗാർഡൻ ആൻഡ് കീപ് ഔട്ട് ദ വീഡ്സ്. ഫീൽ ഇറ്റ് വിത്ത് സൺഷൈൻ, കൈൻഡ് വേർഡ്സ് ആൻഡ് ഡീഡ്സ്. ഒന്നാമത്തെ ചോദ്യം, വാട്ട് ആർ ദ കൈൻഡ് ഹേർഡ്സ് കമ്പയർഡ് ടു? ആൻസർ, the gardens. രണ്ടാമത്തെ ചോദ്യം, the poem wants to take care of our ഓപ്ഷൻസ് ഉണ്ട്. A words, B herds, C thoughts, D deeds. ശരിക്കും പോയം വായിച്ചിട്ട് വേണം ഇതിന്റെ ഉത്തരം എഴുതാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോകും. എന്താണ് ആൻസർ? ഹേർഡ്സ്. മൂന്നാമത്തെ ചോദ്യം, we should feel the garden with? ആൻസർ, sunshine, kind words and deeds. നാലാമത്തെ ചോദ്യം, what should be kept out of the garden? A weeds, B flowers, C sunshine. Answer, weeds. അഞ്ചാമത്തെ ചോദ്യം, find out a pair of rhyming words from the poem. Answer, roots, fruits, weeds, deeds. Activity 2, reading comprehension. Read the paragraph given and select the most appropriate answer. നേരത്തെ നമ്മൾ പോയം വായിച്ചിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിച്ച പോലെ നമ്മൾ ഈ പാരഗ്രാഫ് വായിച്ചിട്ട് ഉത്തരം കണ്ടുപിടിക്കാൻ വേണ്ടി പോവാണ്. വൺസ് ദെയർ വാസ് എ ഫാർമർ. ഹി ലിവ്ഡ് ഇൻ എ സ്മോൾ ഹൗസ്. ഹി ഹാഡ് നോ വൈഫ് ആൻഡ് ചിൽഡ്രൻ. ഹി ലിവ്ഡ് എലോൺ. ഹി കുക്ക്ഡ് ഹിസ് മീൽസ് ഹിംസെൽഫ്. ഹി വർക്ക്ഡ് ഇൻ ഹിസ് ഫീൽഡ് എലോൺ. ഹി ഡിഡ് നോട്ട് ലൈക്ക് ടു ടോക്ക് ടു എനിബഡി. വൺ ഈവനിങ് ദ ഫാർമർ വാസ് സിറ്റിംഗ് ഓൺ ദ വരാന്ത. A little dog came there and sat down in the yard in front of the veranda. The farmer looked at the dog. He did not like it. He pointed to the gate and shouted at the dog, "Get out!" But the dog got up and jumped straight onto the veranda. It sat by the side of the farmer. The farmer looked at the dog. It had only one ear. The ear was sticking up like a radio aerial. The farmer shouted again, "Get out!" The dog got up, wagged its tail, and walked straight into the house. Now the farmer was amused. He pointed to the chair and said to the dog, "Sit under the chair." But the dog went and sat on the chair. The farmer said, "You are a funny dog. I like you." From the day the farmer and the dog lived together. Now the farmer was not alone. ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോയാലോ. പാരഗ്രാഫ് ശരിക്കും വായിച്ചതല്ലേ. ഒന്നാമത്തെ ചോദ്യം, വേർ ഡിഡ് ദ ഫാർമർ ലിവ്? ഓപ്ഷൻസ് ഉണ്ട്. എ ഇൻ ദ ബിഗ് ഹൗസ്, ബി ഇൻ എ ഹട്ട്, സി ഇൻ എ സ്മോൾ ഹൗസ്, ഡി ഇൻ എ ടെന്റ്. ആൻസർ, ഇൻ എ സ്മോൾ ഹൗസ്. രണ്ടാമത്തെ ചോദ്യം, ഹു കെയിം ദെയർ വൺ ഡേ? എ ലിറ്റിൽ ക്യാറ്റ്, എ ലിറ്റിൽ ഡോഗ്, എ ലിറ്റിൽ പാരറ്റ്, എ ലിറ്റിൽ ഗോട്ട്. ആൻസർ, എ ലിറ്റിൽ ഡോഗ്. മൂന്നാമത്തെ ചോദ്യം, വാട്ട് ഡിഡ് ദ ഫാർമർ സേ ടു ദ ഡോഗ്? ഓപ്ഷൻ എ, ടു കം ഹിയർ, ബി ടു ഗെറ്റ് ഔട്ട്, സി ടു ഹാവ് സംതിങ്, ഡി കം അഗെയിൻ. ആൻസർ, ടു ഗെറ്റ് ഔട്ട്. നാലാമത്തെ ചോദ്യം, ദ ഡോഗ് ഹാസ്. ഓപ്ഷൻ എ, ഓൺലി വൺ ഇയർ, ബി ഓൺലി 2 ഇയർ, സി നോ ഇയേഴ്സ് അറ്റ് ഓൾ, ഡി എ സ്പെഷ്യൽ ഇയർ. ഡോഗിന് എത്ര ചെവിയാ ഉള്ളത്? ആൻസർ, only 1 year. Pick out a word the passage which means make laugh. Laugh എന്ന അർത്ഥം വരുന്ന വേർഡ് ഈ പാസേജിൽ ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ, സ്റ്റിക്ക്, ബി വാക്ക്, സി അമ്യൂസ്ഡ്, ഡി പോയിന്റ്. ആൻസർ, അമ്യൂസ്ഡ്. ആക്ടിവിറ്റി 3, പാറു ആൻഡ് ഹെർ ഗ്രാൻഡ്മദർ വെയർ ഇൻ their paddy field. Write a few sentences about the field. പാഡി ഫീൽഡിനെ കുറിച്ചാണ് ഫ്യൂ സെന്റൻസസ് എഴുതേണ്ടത്. The paddy field is a beautiful sight, filled with bright green rice plants that stretch as far as the eye can see. The gentle breeze causes the plants to sway, creating a mesmerizing sea of green. Water particles in the field providing nourishment to the plants.
This field is not just a place for labor. It is a home filled with the life and the promise of a beautiful harvest. Activity 4. Character sketch. Write the character sketch of the tree in the story The Giving Tree. Answer. The tree in The Giving Tree is a kind and selfless character. She loves the little boy very much and enjoys playing with him. At first, she offers him her leaves, branches, and fruits, showing how generous she is. As the boy grows up and needs more, the tree happily gives away her branches to help him build a house. Later, she even lets him cut down her trunk to make a boat. This shows that she cares about his happiness more than her own. Despite losing parts of herself, the tree feels joy when she can help the boy. However, she also experiences sadness when he doesn't come back for a long time. In the end, even when she becomes just stump, she still welcomes the man with open arms. The tree represents true love and sacrifice, always putting the needs of her friend first. Activity 5. Diary entry. Chester took his mother's hand in his own and unfolded her large familiar fingers into a fan. Next, he leaned forward and kissed the center of her hand. Imagine you are Mr. Raccoon. Write a diary entry about the experience of giving and receiving the kissing hand. Answer. Monday, 13th March 2025. Today is a special day that I will cherish forever. Chester, my dear little raccoon, took my hand with love and care. My heart swelled with affection as he leaned closer and kissed my hand. Felt all my worries melt away. Reminded me of the times I used to comfort him when he was nervous or scared. As I held my hand close to my heart after Chester's kiss, I realized how important it is to share love and comfort with those who care about. I can firmly say that this day will be in my memories forever. Activity 6. Conversation. One day when father was not at home, Paru approached her grandma and asked her whether they could go together to the fields. Write a conversation Paru had with her grandma. Answer. Paru, Grandma, why don't we go to the fields today? Grandma, sure, let's go. Paru, what are the farmers doing there? Grandma, they are planting the paddy seedlings. Paru, Grandma, let's join them. Grandma, it is very hot. If you stay like this, you may catch a cold. Go home, dear. Paru, no, I want to be with you. Grandma, I am used to this heat, but you are not. Paru, no problem. See, Grandma, the farmers are smiling at us. Grandma, do you know their herds are filled with love? Paru, I will also help them when I grow up. Grandma, you're so sweet. Now let's go home, dear. Paru, I will also help them when I grow up. Grandma, you are so sweet. Now let's go home, dear. Paru, okay, Grandma, love you. Activity 7. Rearrange the story. ഇവിടെ ഒരു സ്റ്റോറി 6 ഭാഗങ്ങളായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് തെറ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് ശരിയായിട്ട് 1 മുതൽ കൃത്യമായിട്ട് റീഅറേഞ്ച് ചെയ്യണം. ഇപ്പം തെറ്റായിട്ട് കൊടുത്താണ് ഞാൻ വായിക്കുന്നത്. 1. Granddad gave the kids jobs like peeling corn and sowing seeds. 2. Bill invited his friend Meg to visit his granddad farm for help. 3. Curious, the kids secretly approached the bees. 4. Bill stepped on a log to peep into the hive, disturbing the bees. 5. The kids jumped into a stream to escape the angry bees and were saved. 6. The kids happily fed the animals and helped Granddad with various chores. ഇനി ഉത്തരമാണ്. ഇനി ഒന്നാമത് മുതലുള്ള കൃത്യമായിട്ട് അറേഞ്ച് ചെയ്ത കാര്യങ്ങളാണ് നമ്മൾ ആൻസർ ആയിട്ട് എഴുതുന്നത്. ഇനി ഒന്നാമത്തെ ഏതാണ്? Bill invited his friend Meg to visit his granddad's farm for help. രണ്ടാമത്തെയോ? Granddad gave the kids jobs like peeling corn and sowing seeds. മൂന്നാമത്തെയോ? The kids happily fed the animals and helped Granddad with various chores. നാലാമത്തെയോ? Curious, the kids secretly approached the bees.
അഞ്ചാമത്തെയോ ബിൽ സ്റ്റെപ്ഡ് ഓൺ എ ലോഗ് ടു പീപ്പ് ഇൻ ടു ദ ഹൈവ് ഡിസ്റ്റർബിംഗ് ദ ബീസ്. ആറാമത്തെയോ ദ കിഡ്സ് ജംപ്ഡ് ഇൻ ടു എ സ്ട്രീം ടു എസ്കേപ്പ് ദ ആംഗ്രി ബീസ് ആൻഡ് വെയർ സേവ്ഡ്. ഇനി ആക്ടിവിറ്റി 8 ആണ് നോട്ടീസ്. The farmers club in your school has decided to celebrate the harvest of vegetables grown in the vegetable garden of the school. Prepare a notice for the program. ആദ്യം നമ്മൾ എന്ത് എഴുതണം? ഒരു ഹെഡിങ് അല്ലേ? ഫാമേഴ്സ് ക്ലബ് സെലിബ്രേറ്റ്സ് ദ ഹാർവസ്റ്റ് ഓഫ് വെജിറ്റബിൾസ്. ഡിയർ ഫ്രണ്ട്സ്, we are pleased to announce that the farmers club of XYZ school will be celebrating the harvest of vegetables grown in the vegetable garden of our school. This event is a wonderful opportunity for us to appreciate the hard work and dedication that went into nurturing our garden. All are invited to witness the harvest and give our students your valuable support and guidance. ഇനി താഴെ എഴുതേണ്ടത് ഡേറ്റ് 23rd 2nd 2025. ടൈമോ 10 AM. വെന്യൂ സ്കൂൾ ഓഡിറ്റോറിയം. ഏറ്റവും താഴെ സെക്രട്ടറി നീലേശ്വരം 13th January 2025. ഇങ്ങനെയാണ് ഒരു നോട്ടീസ് തയ്യാറാക്കേണ്ടത്. ഇനി ആക്ടിവിറ്റി 9 ആണ് എഡിറ്റിംഗ്. ഹിയർ ഈസ് എ സ്റ്റോറി അബൌട്ട് എ പപ്പി. റീഡ് ആൻഡ് കറക്റ്റ് ദ എറേഴ്സ് ഇൻ ഇറ്റ്. ഇതിൽ ഞാൻ ചുവന്ന മഷി കൊണ്ട് അടയാളപ്പെടുത്തിയിരിക്കുന്നതാണ് തെറ്റായ വാക്കുകൾ. നിങ്ങളത് ശരിയാക്കിയിട്ട് എഴുതണം. റാണി ആൻഡ് റോഹൻ വെയർ ഗുഡ് ഫ്രണ്ട്സ്. ദേ വെയർ കം ഫ്രം ദ സ്കൂൾ. സഡൻലി ദേ സോ ദ ക്യൂട്ട് പപ്പി. ദേ ട്രൈഡ് ബൈ ടേക്ക് ദ പപ്പി ഹോം ബട്ട് ദ പപ്പി ഫാസ്റ്റ് റാൻ അവേ. നിങ്ങൾ ശരിയാക്കേണ്ടത് ഈ ചുവന്ന മഷിയുള്ള വാക്കുകളാണ്. അപ്പോൾ ശരിക്കും വായിച്ചു നോക്കുക, എന്നിട്ട് തെറ്റ് തിരുത്തുക. ഇനി ഉത്തരം എ റോഹൻ റോഹൻ. അപ്പോൾ സ്മോൾ ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ആയി. കം കമ്മിങ് കം കമ്മിങ് ആയി. സി ദേ എ ആയിട്ട് മാറി. ഡി ബൈ ടു ആയിട്ട് മാറി. ഈ ഫാസ്റ്റ് റാൻ അവേ അതെങ്ങനെയായിട്ട് മാറി? റാൻ അവേ ഫാസ്റ്റ് ആയിട്ട് മാറി.